ആലപ്പുഴയിലേക്ക് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അശ്വിൻ. അശ്വിൻ, നമ്മുടെ 7ാം വാർഷിക നിറവിലാണ് നമ്മളിപ്പോൾ. അതിൻ്റെ ആശംസകൾ എല്ലാവർക്കും പങ്കുവയ്ക്കുന്നു. പറയൂ അശ്വിൻ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ആലപ്പുഴ. നമുക്കറിയാവുന്നതുപോലെ ആലപ്പുഴ ഒരു ഇടതുപക്ഷ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഇടത് മേൽക്കോയ്മയുള്ള മേഖലയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ നിർത്താനാണ് ഇടതു മുന്നണി ശ്രമിക്കുന്നത്. പക്ഷേ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായുള്ള ഒരു വലിയ വിജയഭേരിയാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ UDF ശക്തമായി തന്നെ രംഗത്തുണ്ട്. നിലവിലെ ഇവിടുത്തെ ഒരു പൊതു ചിത്രം നോക്കിയാൽ അത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും LDF മേൽക്കൈയുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. 6 മുനിസിപ്പാലിറ്റികളുണ്ട്. 6-ൽ 3 LDF, അതായത് സമാസമമാണ് മുനിസിപ്പാലിറ്റിയിലെ കണക്ക് നോക്കുമ്പോൾ 3-3 LDF UDF 3 എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ആകെ 23 സീറ്റുകളുണ്ട്. അതിൽ 20 LDF-നാണ്. പഞ്ചായത്തുകളാകെയുള്ളത് 72 അതിൽ 50 പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെ ചിത്രം LDF അനുകൂലമായി ഇടത് കോട്ട എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ്. എന്തായാലും അത് മറികടക്കുക എന്നുള്ള UDF ലക്ഷ്യം ഇത്തവണ അവർ പരമാവധി നോക്കുന്നുണ്ട്. രാവിലെ 7 മണിയോടുകൂടി ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ റോഡ് ഷോ ഒക്കെ ആലപ്പുഴ നഗരത്തിൽ പല കേന്ദ്രങ്ങളിലേക്ക് ആരംഭിക്കാനിരിക്കുകയാണ്. അത് ഈ കുട്ടിക്കലാശത്തിൻ്റെ ഒരു വൈബ് ആലപ്പുഴയിൽ പുലർച്ചെ മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതേസമയം ജലഗതാഗതത്തിനൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കായലിലുള്ള റോഡ് ഷോ, ഒപ്പം കുട്ടിക്കലാശം കായലിൽ ജങ്കാറിൽ നടത്തുന്ന പരിപാടികളൊക്കെ ഇന്ന് ഉണ്ട്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് ആലപ്പുഴ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.